ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോവാണ്. ത്രിലോകിന്റെ ബർത്ത്ഡേ ആണ്. ത്രിലോക് അരുണിന്റെ ബർത്ത്ഡേ ആണ്. ത്രിലോക് എന്ന് പറയുമ്പോഴത്തേക്കും ത്രിലോക് ആരാന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ല, അങ്ങനെ ഒരാളില്ല. അപ്പോൾ അതല്ല ത്രിലോക്. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള, ഞാൻ വണ്ടി ഓടിക്കല്ലോ കേട്ടോ, ബൈ ദ വേ. ബാക്കിലെ വണ്ടികൾ പോകുന്നു എന്നേ ഉള്ളൂ, ഞാൻ ഇവിടെ നിർത്തിത്തേക്കാണ്. അതുകൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടാത്തത്. ഇനി MVDനെയൊക്കെ ടാഗ് ചെയ്യേണ്ട. ഫേസ്ബുക്കിലിടയ്ക്ക് അങ്ങനത്തെ ചില എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ടാവാറുണ്ട്. സോ ത്രിലോക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ആളാണ്. ആ ആളിനോടുള്ള അറ്റാച്ച്മെന്റിനുള്ള കാരണമൊക്കെ ഞാൻ പറയാം. ഫസ്റ്റ് നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ പോവാം. ആദ്യമേ തന്നെ ബോയ് ഫ്രണ്ട് അല്ലാന്ന് പറഞ്ഞതിന്റെ റീസൺ, ഞാൻ ചുമ്മാ മറ്റേ ക്ലിക്ക് ബെയ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഫുൾ വീഡിയോ കാണിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് സം ഗിഫ്റ്റ്സ്. ആദ്യം തന്നെ കുക്കും ഒക്കെ ജോയിൻ ചെയ്യാണ്ട്. കുക്കും ഇങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മനെയും പാപ്പനെയും പോയി പിക്ക് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഉട്ടോപ്പിയിലേക്ക് വരണം. ഉട്ടോപ്പിയിലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം ത്രിലോകിനെ. അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടുന്നാണ് ഗിഫ്റ്റ് വാങ്ങാൻ പോണേ. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ത്രിലോകിൻ്റെ പ്രായം എന്താണെന്നുള്ളത്. ഞാൻ അതിൽ തന്നെ പറ്റിക്കില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ലെറ്റ്സ് ഗെറ്റ് സംതിങ്. അയ്യോ, ഞാൻ ചെറിയ ബ്ലോഗ് എടുക്കുകയാണ്. മറ്റേ കീബോർഡ് ചവിട്ടാൻ പറ്റുന്ന ടൈപ്പ് ഒരു വയസ്സുള്ള കുട്ടിക്ക് നിലത്ത് മാറ്റ് പോലെ ഇങ്ങനെ കീബോർഡ് ഇടാൻ പറ്റുന്ന ടൈപ്പ് എന്തോ എനിക്ക് എന്തോ പറഞ്ഞു. അല്ല വിളിച്ചപ്പോൾ എനിക്ക് വേറൊരു മോഡൽ അയച്ചു തന്നെ, പക്ഷെ അത് പറ്റില്ല. അത് വളരെ അങ്ങനെ അച്ഛൻ അവിടെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ ടൈപ്പ് പിയാനോസും ഇൻസ്ട്രുമെൻസും കാണിച്ചു തന്നു. പക്ഷേ അവൻ ഭയങ്കര ചെറുതല്ല. അപ്പം ഞാൻ വിചാരിച്ചത് നിലത്ത് ഇങ്ങനെ ഇടുന്ന ഒരു മാറ്റ് അവൻ ചാടി കളിക്കുമ്പോൾ ശബ്ദം കേൾക്കാന്നുള്ളത്. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് ടോയ്സ് ഉണ്ട് കേട്ടോ. എൻ്റെ മൈൻഡിലൊരു സാധനം ഉറപ്പിച്ചുകൊണ്ട് അത് കിട്ടാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. പക്ഷെ കിട്ടിയില്ല, ആ സാധനം വേറെ എന്തെങ്കിലും വാങ്ങും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചതേ ചെയ്യൂ എന്നുള്ള സ്കീമൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പം ഞങ്ങളാകെ പെട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നില്ല ഒരു സ്ഥലത്ത് നിന്ന്. അവിടെ ഇവിടെയൊക്കെ പോയി നോക്കിയായിരുന്നു. മാത്രമല്ല വിളിച്ച് നോക്കിയിട്ട് മിക്കവരും നമ്പറിൽ ഫോൺ എടുക്കുന്നില്ല. ആൻഡ് അമ്മയും പാപ്പവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അതായത് അവർ ഞങ്ങൾക്ക് വേണ്ടിയില്ല, ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വയൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ തപ്പി അവിടെയൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കാനുള്ള ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മേനെയും പാപ്പനെയും പിക്ക് ചെയ്തു ത്രിലോകിന്റെ ബർത്ത്ഡേക്ക് പോകാൻ. റെഡും വൈറ്റും ആണ് തീം. ഞങ്ങൾ കിട്ടിയ റെഡും വൈറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. അമ്മയെ റെഡ് എടുത്തിട്ടുണ്ട്. മറൂണാണ്, പക്ഷെ എന്തായാലും അമ്മ തീമിന് ഇത് ചെയ്തല്ലോ, അതാണ് അത്ര പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ഒരു ടോക്കിംഗ് ടോമും പിന്നെ ഇങ്ങനെ ഞെക്കുമ്പോൾ ജീവികളുടെ ശബ്ദം, അതിൻ്റെ കൂടെ ABCD ഒക്കെ വരുന്ന ഒരു അച്ഛൻ ഫോറിനിൽ നിന്ന് വന്നപ്പോൾ അച്ഛൻ ഫോറിനിലായിരുന്നു. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ആശ്രമത്തിൻ്റെ അവരുടെ കൂടെ മൗറീഷ്യസിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഞങ്ങൾക്ക് അങ്ങനത്തെ സാധനം കൊണ്ടുവന്നു. പക്ഷെ അത് അന്ന് ഭയങ്കര റയറായിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അതുപോലത്തെ ഒരു എന്താ പറയാ ടാബ്, ഇങ്ങനെ ഡിജിറ്റൽ ടാബും, അതിന് ടാബ് എന്നാണ് തോന്നുന്നു പറയണേ. ആ സാധനവും ഒരു ടോക്കിംഗ് ടോമും ഓൾറെഡി വാങ്ങിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം, ഇത്രയുള്ള പരിപാടി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. നമുക്ക് ത്രിലോകിന് എത്തിക്കും. ഞാൻ ത്രിലോക് ആരാന്ന് പറഞ്ഞിട്ടില്ല, ത്രിലോകിനെ നേരത്തെ കാണിച്ചു കൊടുക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു ത്രിലോകിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള, എന്റെ ത്രിലോകിന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ആൾക്കാരുടെ അടുത്ത്. ഓക്കെ, അപ്പൊ ത്രിലോകിന്റെ ബർത്ത്ഡേ. അപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിച്ചായിരുന്നു പാപ്പക്കുട്ടൻ പാട്ട് പാടുമെന്ന്. പാപ്പ നന്നായി പാട്ട് പാടും, വരയ്ക്കും, അങ്ങനെ കുറേ സ്കിൽസുള്ള, പിയാനോ വായിക്കും, ഗിറ്റാർ കുറച്ചൊക്കെ പഠിച്ചായിരുന്നു. ഇപ്പം മടി പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ ചെയ്യും കേട്ടോ. വൈകാതെ ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അമ്മ പാട്ട് പാടുമെന്ന് എൻ്റെ വ്ളോഗില് പലരും ചോദിച്ചിട്ടുള്ളതാണ്. അമ്മ പാടിയ രണ്ടുപേരും അമ്മ പാടൂട്ടെ. ഞാൻ പണ്ട് പാടിയിട്ട് ചർച്ചിലൊക്കെ പാടി കൊയർ പാടിക്കൊണ്ടിരുന്നല്ലേ. പാടും. ഇപ്പൊ എനിക്കറിയാനേ പാട്. വലിയ പാട്ടുകാരുടെ കൂടെ സഞ്ചരിച്ച് പാട്. നിങ്ങളിങ്ങനെ പെട്ടെന്ന് പാടുന്നൊക്കെ പറയുമ്പോ ഞാൻ ഇങ്ങനെ പാട്ടുകാരിയായിട്ടാണ്. എനിക്ക് കുറച്ച് പാട്ടൊക്കെ അല്ലേ ആവശ്യമുണ്ടോ, അതൊക്കെ അറിയില്ലപ്പാ. അമ്മ പാടാൻ തുടങ്ങിയായിരുന്നു ഗൈസ്. അത് കറക്റ്റ് അവള് ക്യാമറ ഓഫ് ചെയ്ത സമയം നോക്കിയാണ് അമ്മ തുടങ്ങി. അമ്മ പാടാൻ അമ്മ മരുതേ നീ പാടിയത് പാടമേ മരുതാനി. എനിക്ക് വഴി നിറച്ച് ബഡീസാണ്. ആ അങ്ങളൊക്കെ എനിക്കറിയാം. അവിടെ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന അങ്ങളാണ്. ഈ അങ്ങൾ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ക്രിസ്മസ് തീം ബർത്ത്ഡേ ഉള്ള കുട്ടിയായതുകൊണ്ടും ക്രിസ്മസ് മന്ത് ആയതുകൊണ്ടും ക്രിസ്മസ് കപ്പ് കേക്ക്സ്
പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞിക്കാറ്, അവന് പറ്റിയ സാധനം. പിന്നെ ഒരു കുഞ്ഞ് ടോക്കിംഗ് ഡോഗ്, അത്രേ ഉള്ളൂ. ഞങ്ങൾ വേഗം പോട്ടെ. ഓക്കെ, കേൾക്കാം. ഞങ്ങളുടെ കടയിലെ പല പല ചെടികളും, അതുപോലെ കൊച്ചിയിലെ എല്ലാ ചെടികളും, കൊച്ചിയിലെ എല്ലാ ചെടികളും അല്ല, പ്ലാന്റൂറാസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഗാർഡൻ കം എന്താ പറയാ, നഴ്സറി അല്ലേ, ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഒരു നഴ്സറിയുടെ ഓണറാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചോളൂ. പ്ലാന്റൂറാസ് വെണ്ണലയിലാണ്. പിന്നെ വൈബ് സ്ഥലമാണ്. അവർ സമ്മതിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നേരം അവിടെ നിന്ന് ചില്ല് ചെയ്തു. ചേച്ചി സമ്മതിക്കൊക്കെ ചെയ്യും. യെസ്, അപ്പം ഞങ്ങൾ അങ്ങനെ ഉട്ടോപ്പിയയിലെത്തി. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ ത്രിലോക്കിനെ. ഉട്ടോപ്പിയയിൽ കുറച്ചായിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ഡെക്കോറൊക്കെ ആഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അത് നമ്മുടെ ഷെഫിനെ മോസ്റ്റ്ലി എല്ലാവരും ഷെഫ് യൂണിഫോമിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഷെഫിൻ്റെ വൈഫുമാണത്. ഷെഫിനെ അറിയാമല്ലോ, അരുൺ എന്നാണ് പേര്, തടിയൻ ഷെഫ് എന്നാണ് എല്ലാവരും പറയണേ. ഇതും ഒരു അരുണാണ്. എൻ്റെ ചുറ്റും നിറച്ച അരുൺമാരാണ് കേട്ടോ. നമ്മുടെ സ്റ്റാഫുകളിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അരുണുണ്ട്. അപ്പോൾ അധികം സമയം വൈകിക്കാതെ ഞാൻ കാണിച്ചു തരാം. ആൻഡ് വൈഫിൻ്റെ പേര് ലിപ്പ എന്നാണേ. ഇതാണ് ഞങ്ങളുടെ ത്രിലോക്. എനിക്കൊരു സ്പെഷ്യൽ ബന്ധമുള്ള ത്രിലോക്. നെറ്റ് ചെറുതായിട്ട് പൊട്ടി. കുഴപ്പമില്ല, അത് ഇന്നത്തെ ദിവസം വീണത് കണ്ണിട്ടായിരിക്കണം. ആണല്ലേ? അങ്ങനെ വന്നിട്ടില്ല അല്ലേ ഇതിന് മുമ്പ്? കൊച്ചു വീണിരിക്കുന്നോണ്ടാണല്ലേ കൊച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുമ്പം ഈ വാവേനെയൊക്കെ കളിപ്പിക്കുന്ന കാണുമ്പോൾ എനിക്ക് 100% ഉറപ്പാണ് കുറച്ച് പേരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും, അബിക്കൊരു കല്യാണമൊക്കെ കഴിച്ചൊരു ബേബീനൊക്കെ വേണ്ടേ? അബിക്ക് വേണം, അബിക്ക് കല്യാണം കഴിക്കണം, അബിക്ക് ബേബീനെ വേണം. പക്ഷേ ഐ ബിലീവ് ഇൻ പെർഫെക്റ്റ് ടൈമിങ്. അതായത് കറക്റ്റ് സമയത്തൊരു കാര്യം നടന്നാലാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുക എന്നുള്ളൊരു വിശ്വാസം, അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുക എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പക്ഷേ കുറച്ച് മുമ്പ് നടക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ അത് പല കാരണങ്ങളും കൊണ്ടും അതിനകത്തേക്ക് ഇതായില്ല. പക്ഷേ ഇനി ഒരു മാരേജിലേക്ക് ഞാൻ എത്തുന്നെങ്കിൽ അത് വളരെ ദൈവം നിശ്ചയിച്ചൊരു നല്ല സമയത്ത് കറക്റ്റ് ഒരു ഇതായിട്ട് നടന്നാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഞാൻ കല്യാണം കഴിക്കേണ്ടെന്നൊന്നും ഒരിക്കലും വെച്ച് ഇരിക്കുന്ന ഒരാളല്ല കേട്ടോ. എന്താണെന്ന് ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപ്പുമോളല്ലാതെ ഞാൻ ആദ്യമായിട്ട് പേരിട്ടിട്ടുള്ളൊരു കുട്ടിയാണത്. ഷെഫ് ഇങ്ങനെ ആ സമയത്ത് ഓരോ പേരുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് എനിക്ക് ആ ഭാഗ്യം കിട്ടിയ ഒരു കുഞ്ഞാവയാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് എനിക്ക് പ്രത്യേക ഒരു ബന്ധമുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ്, ഇച്ചിരി ചെറിയ ആളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. സീനായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഇതുപോലെ ഇതുപോലെ ത്രിലോകിനെ പോലത്തെ വാവകൾക്കൊക്കെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. അതെ, ഇതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തത്. ഇങ്ങേരും ഞാനും കൂടെ ഇങ്ങനെ ആയിട്ടുള്ള നീ വിഷയതാടി ബാപ്പു, അവനെല്ലാം മനസ്സിലാവും. അതാണല്ലേ ഷെഫിന്റെ അല്ലേ? വേണ്ട, അതെ കല്യാണം വേണ്ട, ബേബിയും വേണ്ട. ഒരു ഈ ബേബി ഉണ്ട്, പിന്നെ ഒരു ആ ബേബി ഉണ്ട് എനിക്ക്. ഹലോ ബ്രോ, എന്തേ വരാഞ്ഞ്? അങ്ങോട്ട് പോയാലോ 6 months ആയി. ഞാൻ പെട്ടെന്ന് പോയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓടി നിന്ന് സംസാരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷെഫിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ലിപ്പയുടെ ഫാമിലി ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് കുറേ സംസാരിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടാണ് ഞങ്ങളുടെ വേറൊരു അരുൺ. പിന്നെ ഇത് ബെന്നിൻ്റെ കൂടെ ഈ അരുണും ഉണ്ടാവുക, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരാണ് ഫോട്ടോഗ്രാഫി. പിന്നെ ഇപ്പോൾ പോകുന്നതും ഒരു അരുണാണ്. അരുണിൻ്റെ പുറകെ തൊപ്പി വെച്ച് പോയത് നിഹാദാണ്. മറച്ചിട്ടേനെ കേൾക്കുന്നോ? ഇതൊക്കെ തിന്ന് ചുണ്ടൊക്കെ കൂട്ടോട്ടാ. ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ.
ഇതാണ് ഞങ്ങളുടെ ജയചേച്ചി. ജയചേച്ചീനെ ഞാൻ ഇതിനു മുമ്പും വേറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കടയുടെ തൊട്ടടുത്തായിട്ടാണ് ജയചേച്ചിയുടെ വീട്. നമ്മുടെ കടയുടെ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് സ്റ്റാഫ്സ് ആണ്. ജയചേച്ചിയുടെ മോനും ഇവിടെ നമ്മുടെ ഇവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ സ്റ്റാഫ്സിനേക്കാൾ കൂടുതൽ ഫാമിലി പോലെയാണ്. കാരണം നമുക്ക് വിശ്വസിച്ച് ഞങ്ങളിപ്പോൾ സ്ഥലത്തൊന്നും ഇല്ലെങ്കിൽ വിശ്വസിച്ച് ആ സ്ഥലം നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകുന്നത് ഇവരുടെ ഫാമിലീനെയാണ്. ഇനി അടുത്തതായി നമ്മുടെ കൊച്ചു ത്രിലോകിൻ്റെ കൊച്ചു ബുഫേ കാണിച്ചു തരാം. പുലാവും പെപ്പർ ചിക്കനും കൈലി ചിക്കൻ എന്ന് പറഞ്ഞ സ്റ്റാർട്ടറും ഒരു ഫ്രൂട്ട് സാലഡും മാത്രമായിരുന്നു. നമ്മുടെ കുഞ്ഞൊരു ബുഫേ ആയിരുന്നു. ഫാമിലി പരിപാടിയല്ലേ. ഞങ്ങളുള്ളത് നാളത്തെ റെഡിയുള്ളൂ. അപ്പോൾ അതിനുള്ളത് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഷെഫ് വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഉട്ടോപ്പിയിലെ ചെറിയ ചെറിയ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതൊക്കെ കാണിച്ചു കാണുമല്ലോ അല്ലേ. അപ്പോൾ ശരി, പാപ്പുന് എക്സാമാണ് നാളെ. അപ്പോൾ അവളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഓടാനുണ്ട്. അപ്പോൾ ഈ വ്ലോഗോടെ വൈൻഡപ്പ് ചെയ്യാണ്. അൺടിൽ ഐ സീ യു ഓൾ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ്. അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ ത്രിലോഗ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ ഉട്ടോപ്പിയിൽ എന്താണ് പരിപാടി എന്ന്. അപ്പോൾ നമുക്കൊരു വലിയ ഹെവി സൗണ്ടിങ് ഒന്നുമുള്ള അങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് ഒന്നും നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്തിരുന്നില്ല. നമ്മൾ വളരെ കോസി ആയിട്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഈ വട്ടം നമ്മളൊരു ഷാപ്പ് ഫെസ്റ്റും ലൈവ് മ്യൂസിക്കും ഒക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉട്ടോപ്യ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സജസ്റ്റ് ഒക്കെ ചെയ്യണം. എല്ലാവരും വരണം. ഞാനും ഒരു 99.9% ഉണ്ടാവുന്നതാണ്. എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലും വേറെ ഇപ്പോൾ വരെ ഒന്നും എടുത്തിട്ടില്ല. വേറെ എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ ഞാൻ ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ആ ഒരു കോലത്തിലേക്ക് ആവാനുള്ള ശ്രമത്തിലാണ്. ചുരുങ്ങിയിരുന്നോണം. ഇവനിത് ഏത് ഭാഷ? സാധാരണ പിള്ളേരുടെ ഭാഷ ഏറ്റവും കഷ്ടപ്പാട് മനസ്സിലാക്കാൻ. ഇത് ഏത് ഭാഷയാന്നുള്ളത് നോക്കണം. എൻ്റെ അമ്മയ്ക്ക് ഞാനിങ്ങനെ മുടിയിട്ടൊന്നും തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ചീത്തവിളി കേൾക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പോവാം അല്ലേ. അപ്പോൾ അണ്ടിൽ ഐ സീ യു ഓൾ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ്.